ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ നടത്തിയ ഈ പ്രവർത്തനം, അതിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശ്വാസം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഫസ്റ്റ് ഫേസിൽ 178 വീടാണ് ഇതിൻ്റെ ഭാഗമായി നൽകാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള വീടുകൾ പൂർത്തീകരിക്കാനുള്ള പദ്ധതികളും പരിപാടികളും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. അതിലൊക്കെയുള്ളതായിരിക്കുന്ന ആശ്വാസവും സന്തോഷവും പങ്കുവെക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, തറക്കല്ലിട്ട് പോകുക എന്നുള്ളതായിരിക്കുന്ന പരാമർശം, അത് ബഹുമാനപ്പെട്ട ശ്രീ രാജൻ മിനിസ്റ്റർ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാനത് വളരെ വിഷമത്തോടു കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും സന്തോഷകരമായ ഒരു ആശ്വാസകരമായ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെയുള്ള ഒരു ഇന്നലെ 52 വീട് കൊടുത്തു. എത്ര സംഘടനകൾ ഇവിടെ വീട് കൊടുത്തു, എത്ര സംഘടനകൾ, ഒരുപാട് സംഘടനകൾ കൊടുത്തു. എനിക്ക് തോന്നുന്നു 100ഓളം വീടുകൾ ഓൾറെഡി നമ്മൾ കൈമാറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അത്തരം സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഉചിതമായ ഒരു കാര്യമായില്ല. പിന്നെ എനിക്കെതിരായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള വർക്കൗട്ട് ഇതിൽ നടന്നു. പക്ഷേ ദുരന്തബാധിതരായ മുഴുവൻ ആളുകളും എന്നെ വിളിച്ച സമയത്ത് അവർ കൈയടിച്ചു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ ചിലർ എഴുന്നേറ്റ് നിന്ന് പ്രോത്സാഹിപ്പിച്ചു. ഒരാൾ പോലും എനിക്കെതിരായിട്ടുള്ള ഒരു സംസാരമോ ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല. അപശബ്ദം ഉണ്ടാക്കിയവരൊക്കെ പുറത്തു നിന്ന് കൊണ്ടുവന്ന ആളുകളാണ്. അതിലെനിക്കൊരു പ്രയാസമില്ല. അവരോടൊക്കെ സന്തോഷവും അവരോടൊക്കെ നന്ദിയുള്ളൂ. അല്ല, അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കണോ വേണ്ടോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ ചടങ്ങാണ്, കൽപ്പറ്റയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദുരന്തമുണ്ടായി 1:40-45 അറിഞ്ഞിട്ട് 2 മണിക്ക് മുമ്പേ ചീഫ് സെക്രട്ടറി മുതൽ, അന്ന് ശ്രീ വേണുവായിരുന്നു ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തെ വിളിച്ച് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫോൺ എടുത്തു. മുഖ്യമന്ത്രി അല്പം കഴിഞ്ഞാണ് വിളിച്ചത്. അദ്ദേഹം 4:10 കൂടിയൊക്കെയാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹം തിരിച്ചു വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു, ഉദ്യോഗസ്ഥരെ വിളിച്ചു. അന്ന് മുതൽ ആരംഭിച്ച പ്രയാണം ഞങ്ങളെല്ലാവരും. ഇവിടെ ഈ അടക്കം ചെയ്യാൻ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനിരുന്ന ബോഡി ഒരു സ്ഥലം കണ്ടെത്തി, ഐഡന്റിഫൈ ചെയ്ത് സ്ഥലം കണ്ടെത്തി അതിന് ഏകോപനത്തിന് നേതൃത്വം കൊടുത്താണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളൊക്കെ ഈ ദുരന്തബാധിതർക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതിനെ ആശ്വാസമായി കാണും, തർക്കമില്ല. പക്ഷേ അതിൻ്റെ ഔചിത്യം എല്ലാവരും സൂക്ഷിക്കുന്നോ എന്നുള്ളത് കൊണ്ടുവരുന്ന ആളുകളോട് ഈ പട്ടയം കൈക്കൊള്ളണമെന്ന് അറിയിക്കുന്നു.